ഹലോ കുട്ടികളെ, അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മളെ +2 2025 റിസൾട്ട്. നാളെയാണ് റിസൾട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എല്ലാ പേർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന മാർക്കിനേക്കാൾ ഒരു 10 മാർക്കെങ്കിലും എല്ലാവർക്കും കൂടുതൽ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 1-2 എക്സാംസ് ടഫായിരുന്നു. കെമിസ്ട്രിയും ഫിസിക്സ് നല്ല ടഫായിരുന്നു. അപ്പം മോഡറേഷനൊക്കെ നമുക്ക് ഉണ്ടോ ഇല്ല നമുക്ക് സ്റ്റിൽ അറിയത്തില്ല. നാളെ വരുമ്പോൾ എല്ലാം അറിയാം. പക്ഷേ സ്റ്റിൽ വാല്യുവേഷനൊക്കെ ലിബറലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കിനേക്കാളും കൂടുതലൊരു മാർക്ക് നാളത്തെ റിസൾട്ട് വരുമ്പം എല്ലാവർക്കും കിട്ടും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ റിസൾട്ട് നാളെ പ്രഖ്യാപിക്കും. അറൗണ്ട് 10ാം ക്ലാസ്സൊക്കെ വൈകുന്നേരം 3 മണിക്കാണ് റിസൾട്ട് വന്നത്. +2 വൈകുന്നേരം 3 മണിക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ രാവിലെ 11 മണിക്കും റിസൾട്ട് വരാം. റിസൾട്ട് വന്ന ഉടനെ സാർ ഒരു വീഡിയോ കൂടെ റിസൾട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞിടാം. അതിന് മുമ്പേ ഞാനിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് റിസൾട്ട് നോക്കേണ്ട വെബ്സൈറ്റുകളൊന്ന് ആദ്യം ഏതൊക്കെ വെബ്സൈറ്റ് പെട്ടെന്ന് എല്ലാവരും നോക്കുമ്പോൾ വെബ്സൈറ്റുള്ള ക്രാഷ്. അപ്പോൾ ഏത് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആദ്യ റിസൾട്ട് നോക്കാൻ പറ്റും. ആ റിസൾട്ട് നോക്കുന്ന സൈറ്റുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ അതും കൂടെ കൂടാതെ നമ്മൾ +2 കഴിഞ്ഞ് കുറേ കുട്ടികൾ എന്തെടുക്കണം, ഡിഗ്രി കോഴ്സുകൾ കുറേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കോഴ്സാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതെന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു. ഞാൻ കുറേ കോഴ്സുകളെ പറ്റി ഇട്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ് സജസ്റ്റ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം BSc സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി BSc സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ നല്ല ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു കോളേജുണ്ട്, ക്രൈസാർ കോളേജ് എന്ന് പറയും. ഞാൻ വേണമെങ്കിൽ ആ കോളേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ട് അഡ്മിഷൻ വല്ലതും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു കൊടുക്കാം. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് ആയിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാൻ പറ്റും. പ്രൈവറ്റായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. വലിയ പേയ്മെൻ്റ് ഒന്നും ആവത്തില്ല കേട്ടോ. നല്ല കോഴ്സാണ് BSc സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം ഏറ്റവും കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള, നമ്മുടെ ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. നല്ല സാലറിയൊക്കെ ഉള്ള ഗവൺമെൻറ് ജോബും ഉണ്ട്, പ്രൈവറ്റ് ജോബുള്ളൊരു കോഴ്സാണ് കേട്ടോ BSc സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ കുറച്ച് റെയർ കോഴ്സുകളുണ്ട്, ജിയോളജി, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി, റിസർച്ച് പരമായിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളുണ്ട്. പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്. പക്ഷേ ഈ BCA വെച്ച് നോക്കുമ്പോൾ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പർ ഹെഡ് എന്ന് പറഞ്ഞ ഒരു ഡിഗ്നിറ്റി ഉണ്ട് കോഴ്സിന്. പിന്നെ പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം ബേസിക് മാത്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. പിന്നെ നമുക്ക് എന്താണ്, ഭയങ്കര കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ആ കോഴ്സിന് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി കോഴ്സാണ് കേട്ടോ. നമുക്ക് ഞാൻ മെയിൻ BSc സ്റ്റാറ്റിസ്റ്റിക്സ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല റിസൾട്ട് വരുന്നു. എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. റിസൾട്ട് എല്ലാവർക്കും അടിപൊളി റിസൾട്ട് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.